വഖഫ് ഭേദഗതി നിയമം ചോദ്യം ചെയ്തുള്ള ഹർജികൾ സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കും. പുതിയ ചീഫ് ജസ്റ്റിസ് ബി.ആർ. ഗവായിയുടെ അധ്യക്ഷതയിലുള്ള ബെഞ്ചാണ് ഹർജി പരിഗണിക്കുക. നിയമം പൂർണ്ണമായോ ഏതെങ്കിലും വകുപ്പുകളോ സ്റ്റേ ചെയ്യുന്നത് ശരിയല്ലെന്ന് ചൂണ്ടിക്കാട്ടി കേന്ദ്രം സത്യവാങ്മൂലം സമർപ്പിച്ചിട്ടുണ്ട്. എന്നാൽ കേന്ദ്രത്തിന്റെ സത്യവാങ്മൂലത്തിനെതിരെ സമസ്തയും മുസ്ലിം ലീഗും സമർപ്പിച്ച എതിർ സത്യവാങ്മൂലവും കോടതി പരിഗണിക്കും. എം.ജി. മിഥുൻ തുടരുന്നുണ്ട് നമുക്കൊപ്പം. മിഥുൻ, ആദ്യഘട്ടത്തിൽ ഈ ഹർജി പരിഗണിച്ചപ്പോൾ ഈ നിയമ ഭേദഗതിയിലെ സുപ്രധാനപ്പെട്ട ചില വ്യവസ്ഥകൾ ചോദ്യം ചെയ്തുകൊണ്ട് അത് സ്റ്റേ ചെയ്യുന്ന നടപടിയാണ് കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. അതിനെതിരെ ഇപ്പോൾ കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് ഒരു സത്യവാങ്മൂലമൊക്കെ സമർപ്പിച്ചിട്ടുണ്ട്. അതുകൂടി പരിഗണനയിൽ വരികയാണ്. എന്ത് പ്രതീക്ഷിക്കണം? എം.ജി. മിഥുനിലേക്ക് മടങ്ങിയെത്താം. എന്തായാലും ഈ വഖഫ് ഭേദഗതി നിയമം ചോദ്യം ചെയ്തുള്ള ഹർജികൾ സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കുകയാണ്. മിഥുൻ, തുടരാം. അതായത് ഇതിനു മുമ്പ് സുപ്രീം കോടതിയുടെ മുന്നിലേക്ക് ഈ ഹർജികൾ വന്നപ്പോൾ അന്ന് ചീഫ് ജസ്റ്റിസ് ആയിരുന്ന സഞ്ജീവ് ഖന്ന പ്രധാനമായും പറഞ്ഞു വെച്ചത്, കാരണം ഇനി കുറച്ച് ദിവസം കൂടി മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ പുതിയ ചീഫ് ജസ്റ്റിസ് ഉടൻ തന്നെ അധികാരം ഏറ്റെടുക്കും, ചുമതലയേൽക്കും. അതിനുശേഷം ആ ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായിട്ടുള്ള ബെഞ്ച് ഇത് പരിഗണിക്കട്ടെ എന്നുള്ള കാര്യമായിരുന്നു സഞ്ജീവ് ഖന്ന വ്യക്തമാക്കുകയും ചെയ്തത്. അതിനുശേഷമാണ് ഇപ്പോൾ ബി.ആർ. ഗവായി ചീഫ് ജസ്റ്റിസായി ചുമതല ഏറ്റെടുത്തതിനു ശേഷം ഇപ്പോൾ വഖഫ് ബിൽ ഇപ്പോൾ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഹർജികൾ ഇപ്പോൾ സുപ്രീം കോടതിയുടെ മുന്നിലേക്ക് വരികയാണ്. നമുക്കറിയാം, സ്വാഭാവികമായി ഇതുമായി ബന്ധപ്പെട്ട ചില സ്റ്റേ നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെയായിരുന്നു മുസ്ലിം ലീഗും സമസ്ത ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട കക്ഷികളും ഒപ്പം മറ്റ് രാഷ്ട്രീയ പാർട്ടികളും ഒക്കെ ഇതുമായി ബന്ധപ്പെട്ട് സത്യവാങ്മൂലം സമർപ്പിക്കുകയും ചെയ്ത് ഏറ്റവും ഒടുവിൽ ഈ കേസ് പരിഗണിച്ചപ്പോൾ അന്ന് കോടതി വ്യക്തമാക്കിയ ഒരു കാര്യം, ഇതിൽ കൃത്യമായ മറുപടി നൽകാൻ കേന്ദ്രത്തിന് 7 ദിവസത്തെ സമയപരിധി നിശ്ചയിച്ച് നൽകുകയും ചെയ്തു. ഒപ്പം തന്നെ നിലവിലെ സാധ്യതകൾ, അതായത് അതുമായി മുന്നോട്ട് പോവുക, അതിലൊരു മാറ്റവും ഉണ്ടാകരുത് എന്നുള്ള നിർദ്ദേശവും സുപ്രീം കോടതി മുന്നോട്ട് വയ്ക്കുകയും ചെയ്തിരുന്നു. നിലവിലെ വ്യവസ്ഥകൾ പാലിച്ച് മുന്നോട്ട് പോകാനും മറ്റ് തീരുമാനങ്ങൾ, അതായത് ഈ കേന്ദ്രം ഈ നിയമവുമായി ബന്ധപ്പെട്ട് കൊണ്ടുവന്നിട്ടുള്ള ഭേദഗതികൾ അത് ഇതിനുശേഷം മാത്രം പ്രാബല്യത്തിലേക്ക് വരൂ എന്നുകൂടി കോടതി അറിയിക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷം സുപ്രീം കോടതിയിൽ കേന്ദ്രം തന്നെ സത്യവാങ്മൂലം സമർപ്പിക്കുകയും ചെയ്തു. അതിൽ ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിലൊരു സ്റ്റേയോ അല്ലെങ്കിൽ ഈ നിയമത്തിൽ ഒരു സ്റ്റേയോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ എടുത്തു കളയാനോ പാടില്ല എന്ന് കേന്ദ്രം ആവർത്തിച്ച് പറയുകയുണ്ടായി. അതിനെതിരെ പിന്നീട് എതിർ സത്യവാങ്മൂലം, ഒരു അധിക സത്യവാങ്മൂലം നൽകുന്ന എന്ന പരിഗണനയിൽ മുസ്ലിം ലീഗും ഒപ്പം തന്നെ സമസ്തയും പിന്നീട് ഹർജികൾ സമർപ്പിച്ചു, സത്യവാങ്മൂലം സമർപ്പിച്ചു. ഈ കാര്യങ്ങളൊക്കെ ഇന്നത്തെ കോടതിയുടെ പരിഗണനയിലേക്ക് വരികയും ചെയ്യും. അതിൽ മുസ്ലിം ലീഗ് പ്രധാനമായും ചൂണ്ടിക്കാണിച്ചത്, അതായത് ഹിന്ദു മതാചാര പ്രകാരമായും ഒപ്പം തന്നെ സിഖ് മതാചാരവും പ്രകാരമായും എടുത്തിട്ടുള്ള നടപടികൾക്ക് വിരുദ്ധമായാണ് ഇത്തരത്തിൽ ഈ വിഷയത്തിൽ വഖഫ് ബില്ലുമായി ബന്ധപ്പെട്ട കേന്ദ്ര സർക്കാർ നിയമം പാസ്സാക്കിയിരിക്കുന്നത് അല്ലെങ്കിൽ ഭേദഗതി പാസ്സാക്കുകയും ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് കണക്കുകൾ, പല കാര്യങ്ങളിലും കണക്കുകൾ പെരുപ്പിച്ച് കാണിച്ചുകൊണ്ടാണ് കേന്ദ്രം സുപ്രീം കോടതിയിൽ നൽകിയിരിക്കുന്ന സത്യവാങ്മൂലം എന്നുകൂടി മുസ്ലിം ലീഗ് നൽകിയ ഹർജിയിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തിയതിനു ശേഷം മാത്രം തീരുമാനമെടുക്കുക എന്നുള്ള കാര്യം കൂടി സുപ്രീം കോടതിയോട് മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള കക്ഷികൾ പറഞ്ഞു വെക്കുന്നുണ്ട്. എന്തായാലും ഇന്ന് ജസ്റ്റിസ് ബി.ആർ. ഗവായി അധ്യക്ഷനായിട്ടുള്ള ബെഞ്ചിന് മുന്നിലേക്കാണ് ഈ ഒരു ഹർജികൾ വരുന്നത്. എന്ത് തീരുമാനമായിരിക്കും എടുക്കാൻ പോകുന്നത്, ഈ വിഷയത്തിലൊരു സ്റ്റേയോ അല്ലെങ്കിൽ മറ്റ് നടപടികളിലേക്ക് സുപ്രീം കോടതി കടക്കുമോ എന്നാണ് നമുക്ക് അറിയേണ്ടിയിരിക്കുന്നത്. അതോ മറ്റൊരു ബെഞ്ചിലേക്ക്, ഒരു വിശാല ബെഞ്ചിലേക്ക് ഈ വിഷയം പരിഗണിക്കുന്നതിന് വേണ്ടി കൈമാറുമോ എന്നുകൂടി നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു. തീർച്ചയായും എം.ജി. മിഥുനാണ് വിവരങ്ങൾ നൽകിയത്.